ഹലോ എവരിവൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഇന്ന് നടന്നിട്ടുള്ള 2025 ഫെബ്രുവരി 18 രാവിലെ 7:15 മുതൽ 9:15 വരെ ഉള്ള സമയത്തിൽ നടന്ന ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ IEO പോസ്റ്റ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, കാറ്റഗറി നമ്പർ 30/2024, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 21/2025 അല്ലേ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്കൊരു കംപ്ലീറ്റ് അനാലിസിസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് കേട്ടോ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് എ ഗിവൺ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ദി ഇക്വേഷൻസ് ഫോർ ദി കറണ്ട് I1, I2, I3 ആർ 3I1 + 3I2 + 2I3 = 1. അങ്ങനെ 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ I1ഉം I3യും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് ചെയ്യണം? ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ A മെട്രിക്സ് 3 അല്ലേ, എനിക്കിത് ഇവിടെ എഴുതാൻ പറ്റുന്നില്ല. A മെട്രിക്സ് 3 3 2 എന്ന് വരും. ദെൻ 1 2 0 വരും. ദെൻ 10 0 10 3 എന്ന് വരും. പിന്നെ I1 I2 I3. ദെൻ B മെട്രിക്സ് ഏതൊക്കെയാണ് വരിക? 1 4 -2. അപ്പം നിങ്ങളത് റോ കോളംസ് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക 2 - 4 എന്നായിരിക്കും കേട്ടോ. അത് ഫുള്ളായിട്ട് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മെട്രിക്സ് ആയിട്ട് എഴുതി നോക്കുക. അതിനുശേഷം ഈ ഓപ്ഷൻസിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ ഇത് ചെയ്തതാണ്. ജസ്റ്റ് ഈ 2 - 4 ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, വൺ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ x + y + z = 1, x + 2y + 3z = μ, x + 5y + 9z = μ² ഈസ്. സോ അതിൻ്റെ ആൻസർ അവർ പറയുന്നത് 1 - 2 2 ആണ് കേട്ടോ. 1 - 2 2 ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തത്, റാങ്ക് ഓഫ് ദി മെട്രിക്സ് ഗിവൺ ബൈ ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൊടുത്തിട്ട് അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞ്. ഇതിൻ്റെ റാങ്ക് 3 ആണ് കിട്ടുക. നിങ്ങളിതിൻ്റെ ഡിറ്റർമിൻ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഡിറ്റർമിൻ്റ് നിങ്ങൾക്ക് 0 അല്ല എന്ന് കിട്ടും. ഡിറ്റർമിൻ്റ് 0 ആണെങ്കിൽ മാത്രമേ അത് 2 1 ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിൻ്റ് ഒരു നമ്പർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റാങ്ക് 3 തന്നെയാണ്. നെക്സ്റ്റ്, ഇഫ് A is a matrix of order 5, determine A = 0, then rank of A will be. കണ്ടോ, ഓർഡർ 5 ആണ്, ഡിറ്റർമിൻ്റ് 0 ആണ്. അപ്പോൾ റാങ്ക് എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ 5 അല്ലേ. ഓൾവേസ് ലെസ് ദാൻ 5 അല്ലേ. ലെസ് ദാൻ 5 എന്നുള്ളതാണ് ആൻസർ. കാരണം ഡിറ്റർമിനൻറ്റ് ഓഫ് A കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി. 0 ആയതുകൊണ്ട് തന്നെ 5 ആയിരിക്കില്ല, അതിൽ താഴെ ആയിരിക്കും അല്ലേ. അപ്പോൾ ലെസ് ദാൻ 5 എന്നുള്ള ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ലെറ്റ് A be 2/2 റിയൽ മെട്രിക്സ്, ട്രേസ് A -7 കിട്ടി, ഡിറ്റർമിനൻറ്റ് A കിട്ടി. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ട്രേസ് A². ഓക്കെ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, 37 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇത് ഈസിയാണ്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേസും ഡിറ്റർമിനൻറ്റും തന്നു കഴിഞ്ഞാൽ ലാംഡ വാല്യൂസ് കണ്ടുപിടിക്കുക. ലാംഡ1 -1, ലാംഡ2 -6 എന്ന് കിട്ടും. അപ്പോൾ A² ട്രേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് A² ലാംഡ വാല്യൂസ് കിട്ടും. അപ്പം എത്രയായിരിക്കും? 1ഉം 36 ആയിരിക്കും കിട്ടുക. അതിൻ്റെ സ്ക്വയർ 2 ആഡ് ചെയ്താൽ 37 കിട്ടും അല്ലേ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദി ലാർജസ്റ്റ് ഐഗൺ വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ R എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രേസും അതേപോലെ ഡിറ്റർമിനൻറ്റും വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആൻസറായിട്ട് വരിക നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ലാർജസ്റ്റ് ഐഗൺ വാല്യൂ 6 എന്ന് കിട്ടും. അതിൻ്റെ ഐഗൺ വെക്ടർ ചെയ്യുന്ന സമയത്ത് 2 - 5 എന്നുള്ള ആൻസർ കൂടി കിട്ടും. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കിയാൽ മതി കേട്ടോ. ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇനി 7ാമത്തെ ചോദ്യം, ഇഫ് 6 ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് A, ഫൈൻഡ് ദി ഐഗൺ വാല്യൂ ഓഫ് A - 5i. എയുടെ ഐഗൺ വാല്യൂ ആണ് 6. അങ്ങനെയാണെങ്കിൽ A - 5iയുടെ ഐഗൺ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ C ആണ് വരിക കേട്ടോ. ഓപ്ഷൻ C 1 -2 -3 ആണ് കിട്ടുക. ദെൻ 8ാമത്തെ, ഐഗൺ വെക്ടർ ഓഫ് എ 3/3 മാട്രിക്സ് A കറസ്പോണ്ടിങ് ടു ദി വാല്യൂസ് 1 1 3 R തന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ A എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ് കിട്ടുന്നത്.
നെക്സ്റ്റ് വാല്യൂ ഓഫ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി പ്ലസ് ടി സ്ക്വയർ ബൈ ഇ റൈസ് ടു ടി മൈനസ് ടി. അതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 10 ലെറ്റ് എഫ് ഓഫ് ടി is equal to ടി മൈനസ് 2 ടി ലെസ് ദാൻ 0 ടി സ്ക്വയർ 0 ടി ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0 2t ടി ഗ്രേറ്റർ ദാൻ 2. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ലിമിറ്റ് ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി ടി ടെൻസ് ടു 1 എഫ് ഓഫ് ടി ടി ടെൻസ് ടു 2 എഫ് ഓഫ് ടി അതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ ദി ഇൻ്റർവൽ ഇൻ വിച്ച് ജി ഓഫ് 1 ലൈസ് ബിറ്റ്വീൻ ജി ഡാഷ് ടി ഇസ് ഈക്വൽ ടു 1/3 മൈനസ് ടി സ്ക്വയർ ആൻഡ് G0 ഇസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്ന എല്ലാ ഉത്തരങ്ങളും കേരള PSCയുടെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ളതാണ് കേട്ടോ. ഓക്കെ, കേരള PSC നിലവിൽ അതിൻ്റെ പ്രൊവിഷണൽ കീ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അഥവാ നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊവിഷണൽ കീ തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കേരള PSC തുളസി പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ചലഞ്ച് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ പറയുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു പ്രൊവിഷണൽ കീ പ്രകാരം ഞാൻ സോൾവ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് C1 to C2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു C1 മുതൽ C2 വരെയുള്ള ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്താണ്? ഏരിയ ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സ് വരിക. എഫ് ഓഫ് എക്സ് എക്സ് ആക്സിസ്, ഇതല്ല എക്സ് ആക്സിസ്. ദെൻ C1 ആൻഡ് C2, ഈ C1 ആൻഡ് C2 ഇത് കിട്ടുന്ന ഈ ഏരിയ ആയിരിക്കൂലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z is equal to x സ്ക്വയർ cos xy വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദി പോയിന്റ് 0.5 പൈ ഈസ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി -π/4 ആണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ -π/4 കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈ സെൽഷ്യസ് ടെമ്പറേച്ചർ, ഇത് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 736 ആണ് കേട്ടോ. 736 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എനിക്ക് കിട്ടിയത് വേറൊരു ആൻസർ ആയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഇനി ദി ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദി പോയിന്റ് x0 y0 z0. അങ്ങനെയാണെങ്കിൽ x0 y0 z0 കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻസർ 210 ആണ്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. നിങ്ങൾക്ക് അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. നെക്സ്റ്റ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു x + y/xy ഫ്രം P to Q. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ പാരാബോള x² is equal to 2y, y equal to 2x. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് വളരെ ഈസിയാണ്. x² is equal to 2y. ഇതെന്ത് ഫോമാ? x² is equal to 4by അല്ലേ. അപ്പം ബി എത്രയാ? b equal to 1/2. ഇനി y is equal to 2x, y is equal to mx. അപ്പോൾ m എത്രയാ? 2. സോ ഈ ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ വരിക? ഏരിയ ഈസ് ഈക്വൽ ടു 8/3. ഓക്കെ, 8/3 b² ഇൻറ്റു m³ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 16/3 കിട്ടും. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ x dxy dy പ്ലസ് dy/dx ഈസ് ഈക്വൽ ടു y. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ കണ്ടു, ഇവിടെ dx/dy ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണം? x /dy/dx എഴുതുക. എന്നിട്ട് dy/dx കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ dy/dxൻ്റെ ഹോൾ സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ പവർ 2 ആയില്ലേ? യെസ്, അത്രയുള്ള കാര്യം. സോ ആൻസർ ഓപ്ഷൻ ബി കിട്ടും. സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റ്. ആൻസർ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദെൻ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 23ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കുറച്ച് ടൈം എടുക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ 1ഉം 2 ആണെന്ന് കിട്ടും. പക്ഷേ ഇവിടെ അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ. y0യും y1 വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കോൺസ്റ്റൻറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ചെയ്യും. അപ്പോൾ മാത്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഇത്തരത്തിൽ കുറേയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. ദെൻ 24 വളരെ നല്ല ചോദ്യമാണ്. കണ്ടോ, ഇത് കോഷി റൂളർ വെച്ച് ചെയ്താൽ മതി.
ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കുക നമ്മൾ ഇതിനെ ഗാമ ഇൻറ്റു ഗാമ -1 ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോകും അല്ലേ, പ്ലസ് ഗാമ -9 വെച്ച് ചെയ്യും. ഇതിങ്ങനെ ചെയ്ത് കിട്ടുന്ന സമയത്ത് അവസാനം എനിക്ക് തോന്നുന്നു x = +3 -3 കിട്ടും. +3 -3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x⁻³ എന്നുള്ളൊരു ടേം വരും, x⁻³ എന്നുള്ള ടേം വരും അല്ലേ. സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സൊല്യൂഷൻ? അപ്പോൾ വൺ ഓഫ് ദി സൊല്യൂഷനാണ് ചോദിച്ചത്, x⁻³ അല്ലേ 1/x³ അങ്ങനെ ഓപ്ഷൻ ഡി കിട്ടും. ഇവിടെ ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് ചെയ്യും, നിങ്ങൾ ചിലപ്പോൾ നോർമൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ചിലപ്പം കൊടുക്കാൻ സാധ്യതയുണ്ട്. ആൻസർ എന്താ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ്, മീൻ ഓഫ് എ സെറ്റ് ഓഫ് ഈസ് 54. ഒരു സെറ്റ് ഓഫ് നമ്പറിൻ്റെ മീൻ 54 ആണ്. നമ്മൾ ഓരോ എൻറ്റിറ്റീൻ്റെയും കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ മീൻ എന്താവും, മീൻ 59 ആവും അല്ലേ. യെസ്, വളരെ ഈസിയാണ്, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ ആർ 3x + 5y = 11, 5x + y = 10. ഈസിയാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക, -1/5. ഓക്കെ. യെസ്, എനിക്ക് തോന്നുന്നു ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. 1/5 ചിലപ്പോൾ ആൻസർ ചെയ്തവരുണ്ടാവാം. എനിക്ക് തോന്നുന്നു ഞാൻ 1/5 ആണ് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം രണ്ടും മൈനസ് അല്ലേ, രണ്ടും മൈനസ് ആകുമ്പം നിങ്ങൾക്ക് റൂട്ടിനകത്ത് 2 മൈനസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആൻസർ വൺ ഓഫ് ദി ആൻസർ മൈനസ് ആയിരിക്കണം. ഓക്കെ, റിഗ്രഷൻ കൊറിലേഷൻ കാണുന്ന സമയത്ത് മൈനസ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. 28ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 4. ഇത് വളരെ എളുപ്പമാണ്. ഇത് മീനിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് x + b എന്താ, a × എക്സ്പെക്ടേഷൻ ഓഫ് x + b കറക്റ്റ് ആണ് അല്ലേ. ദെൻ വേരിയൻസ് എടുക്കുമ്പം ഇവിടെ സ്ക്വയർ വരും. ഓക്കെ, എക്സ്പെക്ടേഷൻ അല്ല, വേരിയൻസ് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ വരും. ദെൻ +b അത് ഒരിക്കലും നമ്മുടെ വേരിയൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് 1 ഉം 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 29ൻ്റെ ആൻസർ സി ആണ്, ഓൺലി 1 and 3 ആണ്. ദെൻ 30ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങളിത് മീൻ NP ആണ്. ദെൻ വേരിയൻസ് 2 തന്നിട്ടുണ്ട്. NPQ = 2 എന്ന് കിട്ടും അല്ലേ. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q 1/4 കിട്ടും. ചോദിച്ചത് P ആണ്, അപ്പം 3/4. വളരെ ഈസി. 31 ബി ആണ്. മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ്, നിങ്ങൾക്കറിയാം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താ, 1/λ അല്ലേ. വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു സാധനമാണ്. പക്ഷേ വായിച്ച് നോക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, ആൻസർ ചെയ്യില്ല. അത്രയേ ഉള്ളൂ കാര്യം. ദെൻ 32ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 33ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസീസ്. ഓക്കെ. ദെൻ 34ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ b-a² 12 എന്നൊരു ഇക്വേഷൻ ഇല്ലേ, അത് നിങ്ങൾക്ക് വേരിയൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് 1/√12 അല്ലേ. ദെൻ 35ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ദെൻ 36ൻ്റെ ഉത്തരം ബി ആണ്, >0 but <0.5. ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ്. നിങ്ങൾക്ക് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. x - μ/σ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയല്ലേ അല്ലേ, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, മിക്കവാറും ഈ ഭാഗത്തേക്കായിരിക്കും വരിക, ഈ ഭാഗത്തേക്ക്. എന്തായാലും 0-നേക്കാൾ കൂടുതലാണ്, പക്ഷേ 0.5 ഉണ്ടാവുള്ളൂ. 0.5-നേക്കാൾ ചെറുതായിരിക്കും. എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ കുറച്ച് ഭാഗം കട്ടായി പോയില്ലേ അല്ലേ. യെസ്, അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 37 ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, പക്ഷേ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത സംബന്ധിച്ചിടത്തോളം എന്താണ്, കുറേ കൺഫ്യൂഷൻ്റെ ഇടയിൽ വേറൊരു കൺഫ്യൂഷൻ, അത്രയേ ഉള്ളൂ. ദെൻ 38 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 39 ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി കേട്ടോ. ദെൻ 40ൻ്റെ ആൻസർ ഓപ്ഷൻ എ 0 ആണ്. അങ്ങനെ മാത്സ് 40 ചോദ്യങ്ങളിവിടെ കഴിയുകയാണ്. ഇനി വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് 41ാമത്തെ ചോദ്യം. ഫിസിക്സ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം ഐൻസ്റ്റീൻ കോയിഫിഷ്യൻറ്റിൻ്റെ സ്പോണ്ടേനിയസ് എമിഷൻ്റെ സ്റ്റിമുലേറ്റഡിൻ്റെയും അതേപോലെ സ്പോണ്ടേനിയസ് ടു സ്റ്റിമുലേറ്റഡിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് 8π പിന്നെ v³ അല്ലേ c³ ആ ഒരു 8πh v³/c³ അങ്ങനെ ഒരു ഇക്വേഷൻ അല്ലേ. അപ്പോൾ എന്താ, ഫ്രീക്വൻസിയുടെ ക്യൂബാണ് അല്ലേ. ദെൻ 42 ബി ആണ് ആൻസർ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് വളരെ ഈസിയാണ്, ഡയറക്റ്റ് ഇക്വേഷനാണ് അല്ലേ.
ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എല്ലാ വാല്യൂയും കൂടെ ഗിവൺ ആണ്. അതേപോലെ ഇവിടെ വേവ് ലെങ്ത് ഓഫ് ഹീലിയം നിയോൺ ലേസർ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഏകദേശം ഇത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, 632 നാനോമീറ്റർ ആണ് നിങ്ങൾക്കറിയാം, 43 ആണ് അല്ലേ. ഇതൊക്കെ ഓൾറെഡി അറിയുന്നതാണ്. നിങ്ങൾ റൂബി ലേസറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹീലിയം നിയോണിൻ്റെയും ഒക്കെ പഠിച്ചായിരിക്കും. ഇനി Nd:YAG ലേസർ എമിറ്റർ വേവ് ലെങ്ത്ത് 1054 നാനോമീറ്റർ. അപ്പോൾ ഇതും ചെയ്ത് നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക ഓപ്ഷൻ ബി 3 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ 45ൻ്റെ ആൻസർ എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇത് എളുപ്പമാട്ടോ, കാരണം എന്താ, ന്യൂമറിക്കൽ അപ്പർച്ചർ 0.5 തന്നു, നമുക്ക് സൈൻ തീറ്റയാണ് 0.5, അപ്പോൾ തീറ്റ എത്രയാണ്, 30 ഡിഗ്രി അല്ലേ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ വെൻ ദി ലോഞ്ച് എൻഡ് ഓഫ് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ്, ഓക്കെ അതിൻ്റെ ആൻസർ വരുന്നത് 46 ഡി ആണ്. നൺ ഓഫ് ദി അബോവ് എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ദെൻ 47ൻ്റെ ആൻസർ ബി. വി നമ്പർ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെത് 60 വന്നിട്ടുണ്ട്. അപ്പോൾ V²/2 അങ്ങനെ ഒരു ഇക്വേഷനിൽ നമുക്ക്, അപ്പം 60² 3600/2 1800 അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? യെസ്, സ്റ്റെപ്പ് ഇൻഡെക്സിനാണ് കൂടുതൽ വി നമ്പർ ഉണ്ടാവുക റാദർ ദാൻ ഗ്രേഡഡ് ഇൻഡെക്സ് അല്ലേ. 48ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ കണ്ടോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് റേഡിയൽ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ കോറിൽ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് വരുന്നത് എവിടെയാണ്, ഗ്രേഡഡ് ഇൻഡെക്സിൽ മാത്രം. സ്റ്റെപ്പ് ഇൻഡെക്സിൽ എന്താ, അത് പെട്ടെന്നാണ് അല്ലേ, അബ്രപ്റ്റ്ലി അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് സ്റ്റെപ്പായിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ദെൻ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എമിറ്റഡ്, ഇതും പ്രോബ്ലമായിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ആൻസർ കിട്ടുക 649.2 നാനോമീറ്റർ എന്നുള്ള ഒരു ആൻസർ കിട്ടും. ദെൻ ഫിൽ ഫാക്ടറിന് ഒക്കെ ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക നിങ്ങൾക്ക് 83.3 ആയിരിക്കും. വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 3.5 × 0.5 ഡിവൈഡ് ബൈ 3.5 × 0.6. ഇത് നിങ്ങൾക്ക് കട്ടാവും. 0.5/0.6 83.3%. വളരെ എളുപ്പം. ദെൻ 51C ആണ്. കോസ്ഡ് ബൈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അയണൈസിങ് ആറ്റമിൻ്റെ ഡിപ്ലീഷൻ ലെയർ. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ 52C ആണ് കിട്ടുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പ്യുവർ സിലിക്കൺ ഈസ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ഇന്ത്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത് പി ടൈപ്പ് ആണെന്ന് അല്ലേ. എന്തുകൊണ്ടാണ്, പി ടൈപ്പും എൻ ടൈപ്പിൻ്റെ അകത്ത് പി ടൈപ്പ് ഏതൊക്കെയാണ്, ബിഗ് അലൂമിനിയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബോറോൺ, ഇന്ത്യം, ഗാലിയം, അലൂമിനിയം. അപ്പോൾ ഇന്ത്യം വന്നതുകൊണ്ട് തന്നെ അത് പി ടൈപ്പ് ആണെന്ന് മനസ്സിലായി. ഇനി ഇത് ഇക്വേഷനിൽ സോൾവ് ചെയ്ത് നോക്കുക ഡയറക്റ്റ്. നിങ്ങൾക്കറിയാം ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹോൾ ഇൻറ്റു ഇലക്ട്രോൺസ് ആണ്. ചെയ്താൽ നിങ്ങൾക്ക് 2.5 × 10⁻⁹ കിട്ടും. ഓക്കെ, ദെൻ വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ്, സെനർ ഡയോഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കൺ. ചിലപ്പോൾ സിലിക്കൺ ജർമ്മേനിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സിലിക്കൺ ആണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മീസ്നർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, എക്സ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സൂപ്പർ കണ്ടക്ടർ ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ദെൻ 55ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നോട്ട് കറക്റ്റ് അബൌട്ട് കൂപ്പർ പെയർ. 2 ഇലക്ട്രോൺസ്, കൂപ്പർ പെയർ എന്താ, ഓപ്പോസിറ്റ് സ്പിന്നും ഓപ്പോസിറ്റ് മൊമെൻറ്റോ ഉള്ളതാണ് കൂപ്പർ പെയർ. അപ്പോൾ അതറിയുന്നവന് ഇത് തെറ്റാണെന്ന് മനസ്സിലാവില്ലേ അല്ലേ. യെസ്, ഓപ്ഷൻ ബി ആണ് തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. 56C ആണ് കേട്ടോ. ബിഗ് അലൂമിനിയം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ബിഗ് അലൂമിനിയം ആണ്, അപ്പോൾ പി ടൈപ്പ്. ദെൻ 57 ഓപ്ഷൻ ഡി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജോസഫ് ഇൻഡിമെൻറ്റ് അറിഞ്ഞുകൂടായിരുന്നു. ദെൻ 58 ഓപ്ഷൻ സി ആണ്. T = 1/2 TC. നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, HC = H0 × 1 - T/Tc. ആ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 3/4 എന്ന് പറയുമ്പം 1/2ൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആയാലും അത്രേ നടക്കുള്ളൂ. 59 ഓപ്ഷൻ മോർ റോബസ്റ്റ് ആൻഡ് ഡ്യൂറബിൾ. ഇതൊക്കെ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, പക്ഷേ എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്നവന് ചിലപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, 60 ഓപ്ഷൻ ഡി ആണ് കൊടുത്തത് കേട്ടോ. ഫെർമി ലെവൽ ബാൻഡ് അപ്വേർഡ് ഓൺ ദി പി സൈഡ്, ഡൗൺവേർഡ് ഇൻ ദി എൻ സൈഡ്. ദെൻ 61B ആണ്. അൾട്രാസോണിക് വേവ് ആണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, അൾട്രാസോണിക്, ഇൻഫ്രാസോണിക് ഉണ്ട്. അപ്പോൾ അൾട്രാസോണിക് ആണ്, നമുക്കറിയാവുന്ന സാധനം തന്നെയാണ്. ദെൻ ഇൻഫ്രാസോണിക് വേവിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് ചോദിക്കുന്നത്, സീസ്മിക് ആക്ടിവിറ്റി അല്ലെ. നമ്മൾ ഈ എർത്ത് റിലേറ്റഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, ഇൻഫ്രാസോണിക് ആണ്. 63 വളരെ സിമ്പിളാണ്. ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തു, 100 ടൈംസ് ആയി. 100 ടൈംസ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇൻറ്റൻസിറ്റി ലോഗിനകത്ത് log 100 എന്ന് കിട്ടും. log 100 എന്ന് പറയുന്നത് എത്രയാണ്,
വിത്ത് ബേസ് 10 അത് 2 ആണ് അല്ലേ. ദെൻ പുറത്ത് നമുക്കൊരു 10 ഇല്ലേ, 10 ഉണ്ട്, ഡി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഉണ്ട്, അപ്പോൾ 20 dB എന്ന് കിട്ടും. ഓക്കെ. 64 സോണാർ സിസ്റ്റം യൂസസ് അൾട്രാസോണിക് വേവ്. ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക? 64ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. കാൽക്കുലേറ്റ് ദ റിവർബറേഷൻ ടൈം ഫോർ എ കൺസേർട്ട് ഹാൾ ഓഫ് വോളിയം. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. റിവർബറേഷൻ ടൈം ഈസ് ഈക്വൽ ടു 0.161 ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ അബ്സോർപ്ഷൻ എന്നുള്ളൊരു ഇക്വേഷൻ ഇല്ലേ, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എ 1.61 കിട്ടും കേട്ടോ. യെസ്. ദെൻ റിവർബറേഷൻ ടൈം റിഫേഴ്സ് ടു 60 dB കുറയാൻ, 60 dB കുറയാൻ, ഡിക്രീസ് ബൈ 60 dB അല്ലേ. 66 ടി ആണ്. അൾട്രാസോണിക് പൾസ് ഡ്യൂട്ടോപ്പർ ബൈ 67ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബ്ലഡ് ഫ്ലോ ആണ്. ദെൻ യൂണിറ്റ് ഓഫ് സൗണ്ട് അബ്സോർപ്ഷൻ, സൗണ്ടിൻ്റെത് ഡെസിബിൾ ആണ്, പക്ഷേ സൗണ്ട് അബ്സോർപ്ഷൻ എന്താ? സബിൻ ആണ് അല്ലേ. സബിൻസ് ഫോർമുലൊക്കെ പഠിച്ചിട്ടല്ലേ. ദെൻ ഏതിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത്? മെറ്റലിലായിരിക്കും അല്ലേ, സ്റ്റീലിലാണ്. ദെൻ ടൈം ടേക്കൺ ഫോർ ആൻ അൾട്രാസോണിക് വേവ് ടു റിട്ടേൺ ടു സോണാർ. വളരെ സിമ്പിളാണ്. ഈ 6 സെക്കൻഡ് എന്ന് പറയുന്നത് താഴെ പോയി മുകളിലേക്ക് തട്ടി വരാനാണ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസിലേക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട്? അതിൻ്റെ 3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ. ആ ഒരു സാധനം യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് 71ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് 2 dimensional ഔട്ട്സൈഡ് ദി നാനോമെട്രിക് റേഞ്ച്. അപ്പോൾ നാനോ ഫിലിം 2D ആണ്, നാനോ വയർ, നാനോ ഫൈബർ, ട്യൂബ് അതൊക്കെ എന്താ? അതൊക്കെ സിംഗിൾ ഡയമെൻഷൻ അല്ലേ, 1D ആണ് അല്ലേ. അപ്പം ഓൺലി 1. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ നാനോ ഫിലിംസ് നിങ്ങൾക്ക് ആൻസർ കിട്ടി അല്ലേ, അപ്പോൾ 1 ആണ്. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ എയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓപ്ഷൻസ് തിരിച്ചു കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പം നാനോ ഫിലിംസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യും? കറുപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നേരെ ഓപ്ഷൻ എ കറുപ്പിക്കും. പക്ഷേ അവരെന്ത് ചെയ്തു? ഓപ്ഷൻ ജംബിൾഡ് ഓർഡർ കൊടുത്തു. ഇനി ടു വിച്ച് ക്ലാസ് ഓഫ് നാനോ മെറ്റീരിയൽ ഡസ് ദി CNT ഗ്രാഫീൻ, ഫുള്ളറീൻ ബിലോങ് ടു? ഇവരൊക്കെ കാർബൺ ബേസ്ഡ് അല്ലേ, ഇവരൊക്കെ കാർബൺ ബേസ്ഡ് ആണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? 3ാമത്തെ ആളായ കാർബൺ ബേസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. പക്ഷെ അവരെന്ത് ചെയ്തെന്ന് അറിയോ? ഈ മൂന്ന് അവർ ഓപ്ഷൻ എയിലാണ് കൊടുത്തത് കണ്ടോ. ഓപ്ഷൻ എയിലാണ് 3 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഓപ്ഷൻ സി പോയി കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഗ്രീൻ കളേർഡ് ഗ്ലാസ് ഹാസ്, ഗ്രീൻ കളേർഡ് ഗ്ലാസ്സിന് എന്താണ് പ്രത്യേകത? ഓപ്ഷൻ സി ആണ് കൊടുത്തത് കേട്ടോ. ക്രോമിയം ഓക്സൈഡ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്ലാസ് ഈസ് ഷാറ്റർ പ്രൂഫ്? പൊട്ടിയാൽ അതിങ്ങനെ ചെതറാത്തത് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ്. 74 ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ദി പ്രൊപ്പോർഷൻ ഓഫ് വിച്ച് ദി ഫോളോയിങ് കൺസ്റ്റുവൻറ്റ് ഈസ് റെഗുലേറ്റഡ് ടു അവോയ്ഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സിമെൻറ്റ്. നിങ്ങൾക്കറിയാം ലൈം എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ആണല്ലേ. ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ആണ് ലൈം. ദെൻ അയോൺ ഓക്സൈഡ് കളറാണ് അലുമിന എന്താ? ക്വിക്ക് സെറ്റിംഗ്. സൾഫർ ട്രൈഓക്സൈഡ് അല്ല. അപ്പോൾ നമുക്കെന്താ ഈ ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് അവർ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്, ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ അർഗിലേഷ്യസ് റോ മെറ്റീരിയൽ? 76 ഓപ്ഷൻ ഡി ആണ്. ക്ലേ ആണ്. അർഗിലേഷ്യസ് ക്ലേ എന്ന് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. യെസ്. ദി സ്ട്രെങ്ത് ഓഫ് കെവലാർ ഈസ് ഡ്യൂ ടു? കെവലാർ എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമല്ലേ കെവലാർ. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 1 and 3 ഹൈഡ്രജൻ ബോണ്ടിങ്ങും അരോമാറ്റിക് സ്റ്റാക്കിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സ്ട്രാൻഡ്സും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എലിമിനേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഒന്ന് എന്തായാലും ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ കാർബോണിക് ഗ്രൂപ്പ് ആൻഡ് NH സെൻറ്റർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്തു? ഇത് കട്ടാക്കി അല്ലേ. പിന്നെ 1 and 2 ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, അരോമാറ്റിക് സ്റ്റാക്കിംഗ് ആണ് നിങ്ങൾക്ക് അറിയാം, കാരണം അരമൈഡ് ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ. സോ 1 and 3 ആണെന്ന് ഇവിടെ വരും. ബേസ് പ്രസൻറ്റ് ഇൻ DNA ബട്ട് ആബ്സെൻറ്റ് ഇൻ RNA. DNAയിലുള്ളതും RNAയിൽ ഇല്ലാത്തതും അല്ലേ. ഓപ്ഷൻ തയമിൻ, അഡിനിൻ തയനിൻ ഗ്വനിൻ സൈറ്റോസിൻ ആണ് നമ്മുടെ DNA-യിലുള്ളത്. എന്നാൽ RNA-യിൽ എന്താണ്? യെസ്, തയമിൻ ഇല്ല. കാരണം RNA-യിലുള്ളത് അഡിനിൻ, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് ഗ്വനിൻ അല്ലേ. അപ്പോൾ ആരാണ് ഇല്ലാത്തത്? സൈറ്റോസിൻ ഇല്ല, നമ്മുടെ തയമിൻ ഇല്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻ കണ്ടക്റ്റിംഗ് പോളിമർ ഡോപ്പിംഗ് ക്യാൻ ബി ഡൺ ബിക്കോസ് ദേ ഹാവ്. സോ 79ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1 and 2 ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ, ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി. ഹൈബ്രിഡൈസേഷൻ കാർബൺ ഇൻ പോളി അസറ്റിലിലെ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി.
sp2 hybridization ആണ്. among the given molecule which is IR active. IR active ഉള്ളത് വാട്ടറാണ്. വാട്ടറിൻ്റെ 3 വൈബ്രേഷൻ മോഡ് ഉണ്ട്. ആ 3ഉം എന്താണ്? IR ആക്റ്റീവ് ആണ് അല്ലേ? യെസ്. ബാക്കിയൊക്കെ എന്താണ്? സിമെട്രിക്കലാണ്. അതുകൊണ്ട് തന്നെ IR ആക്ടിവിറ്റി ഉണ്ടാവില്ല. IR സ്പെക്ട്രം ഓഫ് CO2 എക്സിബിറ്റ് 2 ക്യാരക്ടറിസ്റ്റിക് ബാൻഡ്. സോ അതിൻ്റെ ആൻസർ വരും ഓപ്ഷൻ ബി ആണ്, സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. ഓക്കെ. ദെൻ ഹയർ ലാംഡ മാക്സ് ഷോൺ ഇൻ 135 ഹെക്സാട്രൈൻ കമ്പയറിംഗ് ടു 13 ബ്യൂട്ടാഡൈൻ. സോ അതിൻ്റെ ആൻസർ വരും ഓപ്ഷൻ ബി, 3 ഡബിൾ ബോണ്ട് വിച്ച് ആർ ഇൻ കോൺജുഗേഷൻ. നിങ്ങൾക്കറിയാം 135 3 ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ട്രിപ്പിൾ ബോണ്ട് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. 2 ഡബിൾ ബോണ്ട് അല്ല എന്ന് പറയാം. ലീനിയർ സ്ട്രക്ചർ ആണോ? അതുമല്ല. സോ ഓപ്ഷൻ ബി ആണ്, അത് മാത്രമേ ശരിയാൻ സാധ്യതയുള്ളൂ. 84 വളരെ സിമ്പിളാണ്. 0.6 മൊളാലിറ്റിയിൽ 0.6 കിട്ടി. അപ്പം 0.2 എത്രയായിരിക്കും? 0.2. 85ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ. 86ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 87ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സ് ഈസ് സ്മോൾ പോളാർ കമ്പയർഡ് ടു വൈ. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്പറേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് നോൺ വോളറ്റൈൽ പ്രോട്ടീൻ. ഇതെന്താ പറയുക? നിങ്ങൾ നോക്കിയേ, ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താണ്? വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ താഴെ പറയുന്നതിൽ കനോട്ട് ബി എഫക്റ്റീവ്ലി പെർഫോംഡ് എന്നല്ലേ പറഞ്ഞത്? അപ്പം നോൺ വോളറ്റൈൽ ആണെങ്കിൽ എന്താണ്? ഇവിടെ പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓപ്ഷൻ ഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓപ്ഷൻ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാം. 89 ഓപ്ഷൻ ബി ആണ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. DTA ആണ്, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് എ പോളിമർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. ട്രാൻസിഷൻ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഏത് വഴിയാണ് പറ്റുക? DTA വഴിയാണ്. അത് നിങ്ങൾക്ക് TGAയിൽ കിട്ടുമോ? ഇല്ല. TGAയിൽ കിട്ടുന്നത് ഫേസ് ട്രാൻസിഷൻസ് ഒക്കെ കിട്ടും അല്ലേ? യെസ്. ഇതൊന്നും എന്തായാലും അല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദെൻ HPLC കോമ്പണൻസ് ഇൻ എ മിക്സ്ചർ ഈസ് സെപ്പറേറ്റഡ് ബൈ. 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിഫറൻസ് ഇൻ അഡ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ്. ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും കൂടുതൽ വരുന്നത് CFC ആണ് കേട്ടോ. ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കൂടുതൽ വരും. ഏതാണ് ഹാസ് ദി ഹയസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? CFC ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് ചിലപ്പം CO2 ആണ്. ചിലപ്പോൾ ആ രീതിയിൽ ആൻസേഴ്സ് ആൾക്കാർ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളത് ഏത്? ഇറ്റ് ഈസ് ഓക്സിഡൈസിങ് ഇൻ നേച്ചർ. താഴെ പറയുന്നതിൽ ഫിസൈൽ ന്യൂക്ലൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ യുറേനിയം 235, ദെൻ പ്ലൂട്ടോണിയം 239. ചിലപ്പോൾ യുറേനിയം 235 തോറിയം 232 ഒക്കെ ചിലപ്പം ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. 93A. ദെൻ ഐഡൻറ്റിഫൈ കറക്റ്റ് ഇൻക്രീസും കൂടെ. ഇത് നിങ്ങൾ മുമ്പേ പഠിച്ചില്ല. PT ലിഗ്നൈറ്റ് ബിറ്റുമിനസ് കോൾ ആന്ത്രസൈറ്റ് അല്ലേ? 94 ഓപ്ഷൻ ഡി ആണ്. വളരെ എളുപ്പമാണ്. പീറ്റാണ് സ്റ്റാർട്ടിങ് എന്ന് നിങ്ങൾക്കറിയാം. PT ലിഗ്നൈറ്റ് അങ്ങനെ പാടി പഠിച്ചവരാണ് നമ്മളൊക്കെ. ഇപ്പോൾ ഇലക്ട്രിക്കലുകാരൊക്കെ പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് അല്ലേ, പവർ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ പഠിച്ചതായിരിക്കും. താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചുള്ളത്? ഓപ്ഷൻ സി ആണ്, 1 and 3 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്. വേസ്റ്റ് വാട്ടർ ഫ്രം ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ഹൈലി ടോക്സിക് ഡ്യൂ ടു. ചിലപ്പോൾ ഓൾ ഓഫ് ദി അബവ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും പലരും. വേസ്റ്റ് വാട്ടർ ഫ്രം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ലോ ബയോളജി അല്ല, ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. സോ ഇത് തെറ്റാണ്. നെക്സ്റ്റ് 96 ഓപ്ഷൻ ബി ആണ്, ലിത്തിയം ഹെക്സാ ഫ്ലൂറോ ഫോസ്ഫേറ്റ്. എക്സാമ്പിൾ ഫോർ ആൻ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലിത്തിയം അയോൺ സെല്ല്. ലിത്തിയം കൊബാൾട്ട് ഓക്സൈഡ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്ലേറ്റ് അല്ലേ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് പ്ലേറ്റോ മറ്റോ ലിത്തിയം കൊബാൾട്ട് ഓക്സൈഡ്. ദെൻ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലിത്തിയം ഹെക്സാ ഫ്ലൂറോ ഫോസ്ഫേറ്റ് ആണ്, 96B. ദെൻ വിച്ച് ഓഫ് ദി ഹൈഡ്രജൻ ഓക്സിജൻ ഫ്ലൂയിഡ്സ് ആർ കറക്റ്റഡ്? 97 ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ്. എല്ലാം കറക്റ്റാണ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ 98 ഓപ്ഷൻ ഡി ആണ്, UASB പ്രൊഡക്റ്റ്. വിച്ച് among the following is an anaerobic method? നിങ്ങൾക്കറിയാം ഇത് ആക്ടിവിറ്റി സബ്ജക്റ്റ് എയറോബിക് ആണ്. ഓക്കെ. ഇതെന്താ സാധനം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ബാക്കി സാധനങ്ങളൊക്കെ എയറോബിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ അറിഞ്ഞാൽ മതി. 99 ഓപ്ഷൻ എ, മെത്തൈൻ ആൻഡ് ഹയർ ഹൈഡ്രോ കാർബൺസ് ചേർന്നാണ് വെറ്റ് നാച്ചുറൽ ഗ്യാസ്. 100ാമത്തെ ചോദ്യം ഓപ്ഷൻ സി, വാട്ടർ ഈസ് ഫസ്റ്റ് പാസ്ഡ് ത്രൂ ആനിയോൺ എക്സ്ചേഞ്ചർ ദെൻ കാറ്റോൺ എക്സ്ചേഞ്ചർ കേട്ടോ. ആദ്യം അസിഡിക് പിന്നെ ബേസിക്, അങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയുടെ പ്രൊവിഷണൽ കീ എന്ന് പറയുന്നത്. ഓക്കെ. കേരള PSC പുറത്തുവിട്ടിട്ടുള്ള പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? ടോട്ടലായിട്ടുള്ള ഈ ഒരു പരീക്ഷയെ നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാനിതെൻ്റെ എക്സ്പീരിയൻസും ഞാൻ അതേപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷയും അതേപോലെ IO പരീക്ഷയും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 പരീക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷ എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിലും അതേപോലെ ടോട്ടൽ
ഉദ്യോഗാർത്ഥികൾ, അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ, എക്സാം അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, അതിൻ്റെ ലെവലിൽ ഞാൻ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല, എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് പറയാണ് കേട്ടോ. സോ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 24,108 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത് കേട്ടോ. ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളത് ചിന്തിക്കുക. ഇത്രയും ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു 14,000 മുതൽ 15,000 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഞാനിന്ന് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ ഹാളിലൊക്കെ 10 വരെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഒരു 10 മുതൽ 12 പേരൊക്കെ ഒരു ഹാളിൽ എന്നുള്ള രീതിയിൽ ഒരു 14,000 മുതൽ 15,000 വരെ മാത്രമേ ആൾക്കാർ ഈ ഒരു എക്സാം എഴുതാൻ സാധ്യതയുള്ളൂ. നമുക്കൊരു 100 മുതൽ ഒരു 120 പേര് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം വരാൻ സാധ്യത ഒരു 50+ ആണ്. ഓക്കെ, 50+ വരാനാണ് സാധ്യത. ചിലപ്പോൾ ഒരു 55 വരെയൊക്കെ പോയേക്കാം, പറയാൻ പറ്റില്ല. എന്തായാലും ഒരു നിയർലി 50 ആണ് ഇതിൻ്റെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ IO എന്നുള്ള പരീക്ഷ പലരും പറയാറുണ്ട് സിമ്പിളാണ്, പലരും പറയുന്നു അത് കുറച്ച് ടഫാണ്, പിന്നെ മാത്സ് ടഫാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷ നമ്മൾ എഴുതുന്നത് വളരെ ഫ്രഷ് ആയിട്ടാണ് അല്ലേ. പുതിയൊരു സിലബസ് വന്നു, നമുക്കതിൻ്റെ ടോപ്പിക്കുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അങ്ങനെ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് പോയി എഴുതിയ ഒരു പരീക്ഷയായിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള പരീക്ഷ. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 50-60 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 40 to 50 to 60 ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്ക് വരിക. എന്തായാലും ഒരു 45 അറൗണ്ട് ആയിരിക്കും അതിൻ്റെ കട്ട് ഓഫ് വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അതൊരു കുറച്ച് ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്വസ്റ്റ്യൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് IOയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഒരു ടഫ്നെസ് ഉണ്ട്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. IOയുടെ ക്വസ്റ്റ്യൻസ് അവിടെ മാത്സ് വളരെ ഈസി ആയ സമയത്ത് ഇവിടെ മാത്സ് കുറച്ചൊരു ടഫാണ്. അവിടെ ഫിസിക്സ് ഈസി ആയിരുന്നു, ഇവിടെ ഫിസിക്സ് നല്ല ഈസിയാണ്. അവിടെ ഫിസിക്സ് അത്ര ഈസി അല്ല, എന്നാൽ ഇവിടെ നല്ല ഈസിയാണ്. കെമിസ്ട്രി രണ്ടിലും ഏകദേശം ഒരു നല്ല ലെവൽ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രാവശ്യത്തെ IO പരീക്ഷ കുറച്ചൊരു ടഫാണ്, പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം. ADയെ സംബന്ധിച്ചിടത്തോളം ADനെ കമ്പയർ ചെയ്യുമ്പം അതിനേക്കാൾ നല്ല മാർക്ക് ഇവിടെ ഉദ്യോഗാർത്ഥികൾ ടഫായിരുന്നിട്ട് കൂടി IOക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നു 50+ ഒക്കെ ഈസി ആയിട്ട് ആൾക്കാർ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഒരു 60 എത്തിയിട്ടുണ്ടാവും കേട്ടോ. 60, 65 ചിലപ്പോൾ ടോപ്പേഴ്സ് ഉണ്ടാവാം. 65, 70 കിട്ടിയ ആൾക്കാരുണ്ടാവാം, പക്ഷേ അത് വളരെ കുറവായിരിക്കും. ഞാൻ പറയുന്നു 50+ ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. AD എന്നുള്ള സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. AD എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. ADക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാർ അതിൽ ചോദ്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഒരു 50+ ഒക്കെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണിത്. ചലഞ്ച് എവിടെ മാത്രമാണ്? ചലഞ്ച് 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ഈ 100 ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചലഞ്ച്. അതിൽ തന്നെ ഒരു 70 ചോദ്യമൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരാൾക്കായിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് ഉണ്ടാവാൻ സാധ്യത. കാരണം നമ്മുടെ മുന്നിൽ സമയം എന്നുള്ളതൊരു ഫാക്ടറാണല്ലോ അല്ലേ. ഇപ്പം ഫിസിക്സിൻ്റെ ഒരു 30 ചോദ്യം, കെമിസ്ട്രിയുടെ 30 ചോദ്യം കഴിഞ്ഞിട്ട് മാത്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാൾക്ക് മിക്കവാറും ഉണ്ടാവുക ഒരു 30 മിനിറ്റൊക്കെയാണ്. ആ 30 മിനിറ്റിൽ ഒരാൾക്ക് അത്ര ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടുത്തെ ഫാക്ടർ. ചിലപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ IOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടൊരു 2-3 മണിക്കൂർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ആൻസർ ചെയ്യും അല്ലേ. മാത്സ് ഒക്കെ നിങ്ങൾ കുത്തിയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇത്രയും ചോദ്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു പണിപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെ പണിപ്പെട്ട കാര്യം ആവുന്ന സമയത്ത് ഒരു 50 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ലിസ്റ്റിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു സാധ്യതയാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ കൃത്യമായിട്ട് ഇവിടെ കട്ട് ചെയ്ത് പറയല്ല 50 ആണ് ഇതിൻ്റെ കട്ട് ഓഫ്, 49 കിട്ടിയാൽ നിങ്ങൾ കയറില്ല, അങ്ങനെയൊന്നുമല്ല. ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു 50+ വരാനാണ് സാധ്യത. ചിലപ്പോൾ 55 ആയേക്കാം, ചിലപ്പോൾ 53 ആയേക്കാം, ചിലപ്പോൾ 48 ഉണ്ടാവുള്ളൂ. അത് നമുക്ക് പറയാനും പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതും ഫാക്ടറാണ്. ഞാനിവിടെ ഒരു 100 മുതൽ 120 പേരെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഏകദേശം ഒരു 150 പേരൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതിയിലാണ് കണക്ക് പറയുന്നത്. പക്ഷേ
കട്ട് ഓഫ് എപ്പോഴും നമ്മൾ മെയിൻ ലിസ്റ്റിലല്ലേ പറയാം അല്ലേ, മെയിൻ ലിസ്റ്റിനാണ് കട്ട് ഓഫ് വരിക. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 50+ കട്ട് ഓഫിനാണ് സാധ്യത എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ചിലപ്പോൾ ഒരു 55 വരെയൊക്കെ പോയേക്കാം. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്രത്തോളം ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ AD എക്സാം ഓൾറെഡി കഴിഞ്ഞതുകൊണ്ടും അതനുസരിച്ച് കുറേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവും എന്നുള്ളതിനാലും കട്ട് ഓഫ് ചിലപ്പോൾ കയറിയേക്കാം. കാരണം അധിക പേരൊന്നും ലിസ്റ്റിൽ വരുന്നില്ലല്ലോ. ഇപ്പം 100 to 120 എന്ന് പറയുന്നതും ചിലപ്പം കുറഞ്ഞേക്കാം. ഒരു 100 താഴെ ചിലപ്പം ഉണ്ടായേക്കും. അതൊക്കെ ഈ വേക്കൻസി അനുസരിച്ച് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അവർ തീരുമാനിക്കും ഏകദേശം എത്ര പേരെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നില്ല അല്ലേ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പൊതുവേ ആൾക്കാരുടെ കൗണ്ട് വളരെ കുറവാണ്. അവരൊരു പ്രതീക്ഷിത ഒഴിവുകൾ അവർ മനസ്സിൽ കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ച് അത്രത്തോളം ആൾക്കാരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു ഫാക്ടർ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോന് ശേഷം ആൾക്കാർ സാർ കട്ട് ഓഫ് എത്ര വരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാണ്, ഇത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ 50 നിന്ന് 55 ആവാം, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ആവാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഡിലീറ്റ് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ മാത്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ ഉത്തരം വരുന്ന വേറെയും ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെയും ഓപ്ഷൻസ് അതേ ആൻസർ വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ പലരും എന്ത് ചെയ്യും, ചലഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഓപ്ഷൻ മാറി വരാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. ആ ഡിലീഷനൊക്കെ ശേഷം ഒരു ഫൈനൽ ആൻസർ കീ വരും. അത് കണ്ടാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഈ 2 എക്സാമും എഴുതിയ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മികച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെയും അതേപോലെ IEOനെയും. IEO ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഈ ഒരു IEO ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് IEO എന്ന് പറയുന്നത് ADയുടെ അതിനേക്കാളും സിമ്പിളാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മൾ ആ ഒരു എക്സാം ഹാളിലെ ആ ഒരു മൂഡിൽ ഇരുന്നിട്ട് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ആപേക്ഷികമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കീയുടെ ഡിസ്കഷനാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ ഡിലീഷൻ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളോ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങളുടെ കേരള PSCയുടെ പ്രൊഫൈലിൻ്റെ തുളസി പ്രൊഫൈലിൽ കയറിയിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ. യെസ്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്